പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പ്രഷർ വാഷിനെ പറ്റിയാണ്. അപ്പം നമുക്ക് ധാരാളം പ്രഷർ വാഷുകൾ ഓൺലൈൻ അവൈലബിൾ ആണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും പല തരത്തിലുള്ള പ്രഷർ വാഷുകൾ അവൈലബിൾ ആണ്. അത് മോസ്റ്റ്ലി എല്ലാം നമുക്ക് കാർ വാഷിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർ വാഷും ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ടൈലുകളും മതിലുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പുള്ള ഒരു പ്രഷർ വാഷറാണ് ഞാൻ നോക്കിയത്. അപ്പോൾ എനിക്ക് ഈ സ്റ്റാർക്യൂവിൻ്റെ പ്രഷർ വാഷർ എനിക്ക് ഇത് രണ്ടിനും പറ്റുന്നതാണെന്ന് കണ്ടിട്ട് ഞാനത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡെമോയും അതിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പ്രഷർ വാഷർ. നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇവർ എഴുതിയിരിക്കുന്നതിനകത്ത് 1800 വാട്ട്സ് പവർ കഴിച്ചിട്ടുണ്ട്. അതുപോലെ 350 ബാർ മാക്സിമം പ്രഷർ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിന് ISO സർട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ സർട്ടിഫൈഡ് കമ്പനിയാണിത്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അല്പം വെയിറ്റ് കൂടുതലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ മോഡൽ നമ്പരും ഇൻപുട്ട് എത്രയാണ് പവർ, അപ്പോൾ 2800 വാട്ട്സ് പവറാണ് ഇത് യൂസ് ചെയ്യുന്നത്. വർക്കിംഗ് പ്രഷർ 220 തൊട്ട് 300 ബാർ പ്രഷറുണ്ട്. പക്ഷേ മാക്സിമം നമുക്ക് കിട്ടുന്ന പ്രഷർ 350 ബാർ പ്രഷറാണ്. എത്ര വോൾട്ടേജ്, അതായത് 240 240 വോൾട്ടേജ് എടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്. അതുപോലെ തന്നെ ഇതിന് ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴേക്കും സെൽഫ് ഫംഗ്ഷനാണ്, ഇൻഡക്ഷൻ മോട്ടോർ ടൈപ്പാണ്, ഓട്ടോ സ്റ്റോപ്പാണ്, കോമ്പാക്ട് ഡിസൈൻ, അഡ്ജസ്റ്റബിൾ പ്രഷർ ഗണ്ണ്, പോർട്ടബിൾ ഹാൻഡ്ലിങ്, ഈസി റിപ്പയറബിൾ, വാട്ടർ പ്രൂഫ് ഡിസൈൻ ആൻഡ് അഡ്ജസ്റ്റബിൾ പ്രഷർ നോബ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ സ്പെസിഫിക്കേഷൻസും ഇതൊക്കെയാണ്. കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ലൊരു വെയിറ്റ് ഉണ്ട് ഇതിന്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ആമസോണിൽ നിന്ന് എനിക്ക് ഓഫറോടുകൂടി കിട്ടിയ ഒരു പ്രോഡക്റ്റാണിത്. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് എന്തൊക്കെയുണ്ടെന്ന്. ഫസ്റ്റ് ആയിട്ടുള്ള ഒരു പൈപ്പ് ഉണ്ട്. ഇത് നമ്മുടെ പ്രഷർ ഗണ്ണിലേക്കുള്ളൊരു പൈപ്പാണ്. ഇതാണ് മേജറായിട്ട് ഇതിനകത്തുള്ള പോർഷൻ. പിന്നെയുള്ളത് ഇതാണ്. ഇത് നമുക്ക് വാട്ടർ നമ്മുടെ പ്രഷർ വാഷറിലേക്ക് എടുക്കാനുള്ള ഒരു ചെറിയൊരു പൈപ്പാണ്. പിന്നെ ഇത് നമുക്ക് ഡിറ്റർജൻറ്റുകൾ യൂസ് ചെയ്യാനുള്ളൊരു ഒരു ബോട്ടിലാണ്. ഇത് നമുക്ക് കാർ വാഷ് ചെയ്യാൻ നേരത്ത് കാർ വാഷറിൻ്റെ ലോഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളത് ഒരു കിറ്റ് ഉണ്ട്. ഈ കിറ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. പിന്നീട് നമ്മുടെ പ്രഷർ വാഷറിൻ്റെ പ്രഷർ ഗണ്ണിൻ്റെ പാർട്സുകളാണുള്ളത്. ഇത് പ്രഷർ ഗണ്ണാണ്. ഇതാണ് പ്രഷർ ഗണ്ണ്. ഓക്കെ, പിന്നെ മേജറായിട്ട് നമ്മുടെ മെഷീൻ. ഇതാണ് നമ്മുടെ മെഷീൻ. കുറച്ച് നല്ല ഭാരമുണ്ട് ഇതിന്. ആക്ച്വലി ഇതിൻ്റെ ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് അലോയ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് സ്റ്റൈൽസൊക്കെ നന്നായിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഇവിടെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് ഇത് എത്ര വാട്ട്സും കാര്യങ്ങളുണ്ട്, എത്ര വർക്കിംഗ് പ്രഷറുണ്ട്, അതിൻ്റെ വോൾട്ടേജിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ വേറൊരു ഈ പ്രഷർ വാഷിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കി ഇതിൻ്റെ പ്രഷർ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ പ്രഷർ നമുക്ക് അതിനകത്തൊരു മീറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കാണ്ടില്ലേ. ഇവിടെ ഒരു മീറ്റർ ഉണ്ട്. നമുക്ക് ഈ ഒരു നോബ് ഉപയോഗിച്ചിട്ട് നമുക്കിതിനകത്ത് പ്രഷർ എത്രമാത്രം പ്രഷർ നമുക്ക് വേണമെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ആ പ്രഷർ എത്രമാത്രം പ്രഷർ വരുന്നുണ്ടെന്നുള്ള ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല നന്നായിട്ട് ഹാൻഡിലായിട്ട് നമുക്കിത് കൊണ്ടുപോകാനായിട്ട് ഒരു നല്ലൊരു ഹാൻഡിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിനകത്ത് ഓണും ഓഫും. ഓൺ ഓഫ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വീഴുവാണെങ്കിൽ ഒരു കാരണവശാലും അതിനകത്ത് പോകാതിരിക്കാനുള്ള ഒരു സെക്യൂരിറ്റി ഫീച്ചറും കാര്യങ്ങളുണ്ട്.
പിന്നെ ടോട്ടലി മെഷീൻ വാട്ടർ പ്രൂഫാണ്. ഈ മെഷീൻ മൊത്തം വാട്ടർ പ്രൂഫാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് മെഷീൻ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡീമെറിറ്റ് എന്ന് തോന്നുന്നത് ഇതിൻ്റെ ലെങ്ത്ത് ഭയങ്കര കുറവാണ്. നമുക്ക് ഈ പ്രഷർ വാഷ് യൂസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ എന്തായാലും നമുക്ക് ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ഇല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാര്യം വെച്ചാൽ ഇത്രയുള്ള ലെങ്ത്ത്. ബാക്കിയുള്ള പ്രഷർ വാഷിൻ്റെ ഒക്കെ ഒരു ജസ്റ്റ് നമുക്ക് ഉന്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു ട്രോളി ഉണ്ടാവും, അതിനകത്ത് ടയറുകളൊക്കെ ഉണ്ടാവും. മാത്രമല്ല അതിൻ്റെ വയറിൻ്റെ നീളവും ലെങ്ത്തും നന്നായിട്ടുണ്ടാവുമായിരിക്കും. ഇത് മാത്രം നമുക്ക് ഇത്ര ലെങ്ത്തേ ഉള്ളൂ. അതിനൊരു ഡീമെറിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇതിനകത്തൊരു ബോക്സ് ഉണ്ട്. ഈ ഒരു കവറുണ്ട്. ഈ കവറിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കവറിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ പ്രഷർ കൺട്രോൾ ചെയ്യണ, ഈ പ്രഷർ വാഷിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്യുന്നൊരു. പിന്നെ ഇതാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇടാൻ നേരത്ത് കഴിയുമ്പോൾ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ നേരത്ത് വെള്ളം വലിച്ചെടുക്കുന്ന ഒരു ജസ്റ്റ് ഒരു വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തുനിന്ന് ഡസ്റ്റുകളൊന്നും ഇതിനകത്ത് അധികം കയറിപ്പോയിരിക്കാൻ വേണ്ടി ഇതിനകത്ത് വലയും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്നൊരു ഇതാണ്. ഇതിനകത്തും ചെറിയൊരു ഫിൽറ്റർ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അധികം ഡസ്റ്റുകളൊന്നും മെഷീനിലേക്ക് കയറി പോകത്തില്ല. പിന്നെ നമുക്കൊരു ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ക്ലോത്ത് നമുക്ക് തുടയ്ക്കാനും കാര്യങ്ങൾക്ക് ഒരു ക്ലോത്ത് ഉണ്ട്, നല്ലൊരു ക്ലോത്ത് ഉണ്ട്. പിന്നെ ഇതുപോലെ ഇതൊരു കണക്ടറാണ്. നമുക്കത് കണക്ട് ചെയ്യാൻ ഒരു കണക്ടറുണ്ട്. ഇതും മറ്റൊരു കണക്ടറാണ്, മറ്റൊരു ടൈപ്പ് കണക്ടറാണ്. അത് ഇതിനകത്ത് കൂടെ ഉണ്ട്. പിന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ജസ്റ്റ് ഒരു ചെറിയ സാധനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ കുഞ്ഞു കവറിനകത്തുള്ള ഐറ്റംസ്. ഇതൊക്കെയാണ്. ഇത്ര ഐറ്റംസ് ഇതിനകത്തുണ്ട്. അതുപോലെ നമ്മുടെ മെഷീൻസ്, ബോട്ടിൽ, അതുപോലെ പ്രഷർ ഗണ്ണുകൾ, കവറുകൾ, ഇതൊക്കെ ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഈ ബോക്സിനകത്തുള്ള ഐറ്റംസ്, ഈ പ്രഷർ വാഷിൻ്റെ. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വാട്ടർ എടുക്കാനുള്ളത്, അതായത് നമ്മൾ വാട്ടർ എടുക്കാനുള്ളത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് മെഷീനിലേക്ക് വാട്ടർ എടുക്കാനുള്ള ഒരു ഹോസ്. ഈ ഹോസിനകത്ത് ആദ്യം നമ്മൾ ഈ ഒരു ഫിൽറ്റർ നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, അതിവിടെ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനകത്താണ് നമ്മൾ വെള്ളം ഇടുന്നത്. അപ്പോൾ വെള്ളം വലിച്ചെടുക്കാൻ ഇത് ഫിൽറ്റർ ചെയ്തായിരിക്കും വെള്ളം വലിച്ചെടുക്കുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു കണക്ടർ യൂസ് ചെയ്യും. ഈ ഒരു കണക്ടർ യൂസ് ചെയ്തിട്ട് ഇതാദ്യം ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ കണ്ടോ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ സെക്ഷനകത്തേക്ക് നമ്മൾ ഇടുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം ടൈറ്റായി കയറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു സെക്ഷൻ ഉപയോഗിച്ച് ഇതിനെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇത് കണക്റ്റായി. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ ഇത് മെഷീനിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു പോർഷനാണ്. മെഷീനിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇത് ജസ്റ്റ് ഇതിനകത്തുനിന്ന് പ്രസ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വിടുക. ഓക്കെ, അപ്പോൾ ഇത് കണക്ട് ചെയ്തു. ഇത് മെഷീനിലേക്ക് കണക്ട് ചെയ്യാനുള്ള സെക്ഷനായി. ഇത് നമുക്ക് വാട്ടർ വലിച്ചെടുക്കാനുള്ള, വാട്ടർ ഇൻടേക്ക് ചെയ്യാനുള്ള സെക്ഷൻ. അപ്പോൾ നമ്മുടെ ഇതിനകത്തേക്ക് വെള്ളം എടുക്കാനുള്ള ഹോസും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഇത് പ്രഷർ ഗണ്ണാണ്. നമുക്ക് വേണമെങ്കിൽ ലെങ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇൻസേർട്ട് ചെയ്യാവുന്നുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ വേണമെങ്കിൽ കണ്ടില്ലേ, ഇതിനകത്ത് ഇങ്ങനെ കഴിഞ്ഞാൽ ജസ്റ്റ് പിരിച്ച് നമുക്ക് ഇതിനകത്ത് കയറ്റി ചെയ്യാൻ മതി. കണ്ടില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ നോക്കി അറിയാൻ പറ്റുന്നുണ്ടല്ലേ, ഇവിടെ നമുക്ക് പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്യേണ്ടത്. സ്പീഡും കുറയ്ക്കാനും കൂട്ടാനൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ പിരിച്ച് ഇതിനകത്ത് കയറ്റിയാൽ മതിയാവും. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. പിന്നീട് ഈ ഒരു സെക്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഇതുപോലെ നമുക്ക് പിരിച്ച് നമുക്ക് കവർ ചെയ്യാം.
അപ്പോൾ നമ്മുടെ പ്രഷർ ഗൺ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാം പ്രഷർ ഗൺ റെഡിയായി. ഇതിൻ്റെ സ്വിച്ചൊക്കെ നല്ല സൂപ്പറാണ്. അതായത് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിനകത്തുണ്ട് മൊത്തത്തിൽ. ഈ മെഷീൻ ആണെങ്കിലും ഇതിൻ്റെ ഓരോ പാർട്സുകളാണ് നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഇതിനകത്ത് മൊത്തത്തിൽ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രഷർ ഗണ്ണിലേക്കുള്ള ഹോസ് നമുക്ക് കണക്ട് ചെയ്യാം. ഹോസ് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഹോസ് ഊരി എടുക്കുന്നു. ഹോസ് നമ്മൾ ഊരി എടുക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രഷർ ഗണ്ണിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സിമ്പിളാണ്, വളരെ സിമ്പിളാണ് ഇത് കണക്ട് ചെയ്യാനായിട്ട്. ജസ്റ്റ് അങ്ങ് പ്രസ് ചെയ്താൽ മാത്രം മതി. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പിടി കറക്റ്റായിട്ട് നല്ല എല്ലാം നല്ല കിടിലം മെറ്റൽസ് ഒക്കെ കൊണ്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഓരോന്നിനും. ഇതിനൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ റെഡിയായി. ഇനി നമ്മൾ നമ്മുടെ മെഷീനിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. മെഷീനിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം ഈ ഒരു സെക്ഷൻ കണ്ടില്ലേ, ഇവിടെ നമുക്കൊരു ഇങ്ങനെ പിരിച്ച് കയറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ആദ്യം ഇത് ഊരി എടുക്കുക. അതിന് ശേഷം പിരിച്ച് കയറ്റിയാലും മതിയാവും. അത് നമ്മളിവിടെ ഇങ്ങനെ പിരിച്ച് കയറ്റുന്നു. ഓൾമോസ്റ്റ് നന്നായി ടൈറ്റ് ചെയ്യുക, ഒത്തിരി ടൈറ്റ് ചെയ്യണ്ട. എന്നിട്ട് നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം ഇൻടേക്ക് ചെയ്യാനുള്ള സെക്ഷൻസ് റെഡിയായിട്ടുണ്ട്. അതുപോലെ ഇനി പ്രഷർ ഗണ്ണിലേക്ക് പോകാനുള്ള സംഭവം. പ്രഷർ ഗണ്ണിന് ഇതും വളരെ ഈസിയാണ്. സിംപ്ലി നമ്മളത് പ്രസ് ചെയ്താൽ മതി. സിംപ്ലി നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇൻലെറ്റ് ആവും. മറ്റൊരു ടൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ പ്രഷർ ഗണ്ണും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് പ്രഷർ ഗണ്ണിൻ്റെ സെക്ഷൻ, ഇത് വെള്ളത്തിലിടാനായിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോഴേക്കും വെള്ളം വലിച്ചെടുത്ത് ഇതിനകത്തൂടെ പ്രഷറായിട്ട് ഈ പ്രഷർ ഗണ്ണിലൂടെ പ്രഷർ വാഷായിട്ട് വരും. ഇതാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ. ഇങ്ങനെയാണ് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു നോസിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രഷർ കൺട്രോൾ ചെയ്യുന്നത്. ഇതിങ്ങനെ തിരിച്ചാൽ മതി, നമുക്ക് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, അത് ഞാൻ കാണിച്ചു തരാമല്ലോ. എത്രമാത്രം ദൂരെയാണ് പോകുന്നത് നോക്ക്. കണ്ടോ, എത്രമാത്രം ദൂരെയാണോ അത്രയും ദൂരെ വരെ പോകുന്നത്. അതിൻ്റെ പ്രഷർ എന്ന് വെച്ചാൽ ഹൈലി പ്രഷറാണ് ഇതില്ലേ. ഈ ഒരു റേഞ്ചിൽ വരെ എത്തുന്നുണ്ടോ, കണ്ടില്ലേ, അത്രയും പ്രഷറിലാണ് ഇത് പോകുന്നത്. ഇങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ പ്രഷർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, എന്തുമാത്രം പ്രഷർ ഉണ്ടെന്ന്. ഓക്കെ, ഈ കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം ആദ്യം. നമുക്കിനി ഈ ഒരു ഒരു കല്ലുണ്ട്. നമുക്ക് ഈ കല്ലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എന്താവുമെന്ന്. അതിന്റെ പ്രഷറിന്റെ എത്രമാത്രം പ്രഷർ ഉണ്ടാവുമെന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടോ, ഈ കല്ല് ഇത്രയും കട്ടായി. അതായത് നല്ലൊരു ഇഷ്ടിക കട്ടയായിരുന്നു. ഇഷ്ടിക കട്ട നമുക്ക് ഇത്രയും കട്ടായിട്ടുണ്ട്. കണ്ടില്ലേ, അത്രമാത്രം പ്രഷർ ഇതിനുണ്ട് എന്നുള്ളതാണ് ഇത് പറയുന്നത്. കണ്ടോ, ഇത്രയും മുറിഞ്ഞു പോയി. ഒന്നുകൂടി ഞാൻ അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിങ്ങനെ മുറിഞ്ഞു പോയി. അപ്പോൾ അത്രയ്ക്കും പ്രഷറുണ്ട് നമ്മുടെ ഈ പ്രഷർ വാഷറിന്. നമുക്കൊന്ന് കാറ് കഴുകാനായിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ഈ ഒരു ഡിറ്റർജൻറ്റ് ബോട്ടിലുണ്ട്. ഈ ഡിറ്റർജൻറ്റ് ബോട്ടിലിനകത്ത് നമ്മൾ കാറ് വാഷ് ചെയ്യുവാണെങ്കിൽ കാറ് കഴുകുന്ന ലോഷനാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്.
കാറിൻ്റെ ലോഷൻ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ബാക്കിയുള്ള സർഫസുകളിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സർഫസിലേക്ക് നമുക്ക് ഡിറ്റർജൻറ്റുകളോ അങ്ങനെയുള്ള പല സാധനങ്ങളിൽ നിന്ന് അടയ്ക്കാൻ പറ്റും. അതിനുശേഷം ഇതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോഴത്തേന് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് അങ്ങ് വെച്ച് അങ്ങ് ഹോൾഡ് ആവും. ഇതിനകത്ത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലോഷൻ ഉപയോഗിച്ച് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതിലൂടെ മാറി മാറി. ഇനി നമുക്കൊരു ഫ്ലോറോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാർ വാഷറാണ് കണ്ടത്. കാർ വാഷ് ചെയ്യാൻ നേരത്തെ മിക്കവാറും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം പ്രഷർ കുറച്ച് ആദ്യം യൂസ് ചെയ്യുക, പിന്നീട് പ്രഷർ കൂട്ടി കൊടുക്കുക. നമ്മളത് മെഷീനകത്ത് തന്നെ പ്രഷർ കൂട്ടി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്രഷർ കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കാറൊക്കെ വാഷ് ചെയ്യാനായിട്ട് ആദ്യം പ്രഷർ കുറച്ച് വെക്കുക, എന്നിട്ട് വേണം നമ്മൾ വാഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നീട് നമ്മൾ ബാക്കി ഇപ്പോൾ ഫ്ലോറ് ബാക്കിയുള്ള സാധനം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് കൂട്ടി വയ്ക്കാം, പ്രഷർ മാക്സിമം ആയിട്ട് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ മാക്സിമം പ്രഷർ വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. ഈ പ്രഷർ വാഷ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കാറ് കഴുകാനായിട്ടും ബൈക്ക് കഴുകാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ടൈലും ഫ്ലോറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴുകാനായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിനകത്ത് പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു നോബ് കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രഷർ എടുക്കാം, എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ സ്റ്റാർക്യൂ പ്രഷർ വാഷറിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടെക്കി ലൈഫ് മീഡിയയുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കായി. വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.